അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളങ്ങനെ ഒമാനിലെത്തിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് നമ്മളങ്ങനെ മവേല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് നമ്മളെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ മവേലയിലേക്ക് പോകാനായിട്ട് നമ്മളങ്ങനെ ഒരു ഓ ടാക്സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ വഴി ഒരു ടാക്സി അങ്ങനെ നമ്മളങ്ങനെ ബുക്ക് ചെയ്ത് ഇപ്പോൾ ആ ടാക്സി വന്ന് ഞാൻ അങ്ങനെ പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ടാക്സി കയറി നമ്മളങ്ങനെ നേരെ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഇങ്ങനെ ഓവർ ബ്രിഡ്ജും വലിയ വലിയ വഴിയോരങ്ങളിലായിട്ട് നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ നട്ട് ഇരിക്കുന്നതാണ്. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എണ്ണപ്പനയൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. മനോഹരമായ നമ്മുടെ നാട്ടിലെ പോലെയല്ല, മനോഹരമായ റോഡുകളാണ് മിക്ക സ്ഥലങ്ങളും കാണാൻ കഴിയുന്നത്. അങ്ങ് അകലെയായിട്ട് നമുക്ക് കുറച്ച് മലകളും കുന്നുകളും മണലാരണ്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വഴിയോരങ്ങളിൽ അവിടെയായിട്ടൊക്കെ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായി കാണാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായി നഗരപ്രദേശങ്ങളിൽ നമുക്ക് ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഒരു നിശ്ചിത അനുപാതത്തിലുള്ള ഹൈറ്റിൽ മാത്രമേ കെട്ടിടങ്ങൾ ഇവിടെ നമുക്ക് വയ്ക്കാൻ കഴിയത്തുള്ളൂ. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ സോഹാർ എന്ന ബാങ്കിലാണ് നമ്മൾ അക്കൗണ്ട് എടുക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് എടുക്കാനായിട്ട് വന്നെങ്കിലും എനിക്ക് അന്ന് അക്കൗണ്ട് എടുക്കാൻ എൻ്റെ മൊബൈലിൽ നമുക്കൊരു മെസ്സേജ് വരും. അപ്പോൾ ആ ഒരു മെസ്സേജ് വന്നിട്ടില്ലായിരുന്നു. അത് കാരണം എനിക്ക് അക്കൗണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ തിരിച്ച് ടാക്സി ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ച് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇവിടുത്തെ വീടുകളെന്ന് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലുള്ള വീടുകളും ഫ്ലാറ്റുകളൊക്കെയാണ്. ഒരു കളറെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഒരു പ്രത്യേക രീതിയിൽ കണ്ട ഇതാണ് ഇവിടുത്തെ ഒരു മസ്ജിദാണ്, ഒരു പള്ളിയാണ്, മനോഹരമായൊരു പള്ളിയാണ്. കണ്ടില്ലേ? ഈ ഇടയ്ക്ക് നമുക്ക് കണ്ട ഒരുപാട് ഇങ്ങനെ മരുഭൂമി പ്രദേശങ്ങളൊക്കെ അവിടെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കണ്ടില്ലേ? നമ്മൾ തിരിച്ചു പിന്നാതെ കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റ് വന്ന്, പക്ഷെ നമ്മൾ ടാക്സി ബുക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ റേറ്റ് കൂടുതലാണ് അവർ നമ്മളെ ആപ്പ് ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 2.4 റിയാലായിരുന്നു കാണിച്ചിരുന്നത്. നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ 4.2 റിയാൽ നമുക്കായിരുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയെന്ന് അറിയാൻ വയ്യ. നമുക്ക് എന്തായാലും നല്ലൊരു ഏറ്റ പണിയാണ് കിട്ടിയത്.